നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതി അന്വേഷിക്കുവാൻ, ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എല്ലാവരും വായിച്ചിട്ടില്ല അങ്ങനെ ഒരു വചനം? പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ഇങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം ഒന്ന് അന്വേഷിക്കുക നിങ്ങളുടെ മുമ്പിൽ വെച്ച് കേട്ടോ. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ചിന്ത ഇതൊന്നും ദൈവത്തിൻ്റെ രാജ്യമല്ല, ഇതൊക്കെ ലോകമാണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷേ നമ്മൾ ഇവിടുന്നാണ് ദൈവത്തിൻ്റെ രാജ്യം, ഇവിടുന്ന് ആരംഭിക്കുക. നമ്മൾ സ്വർഗത്തിൽ ചെന്നിട്ടല്ല സ്വർഗത്തിൽ ചെല്ലേണ്ടത്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ സ്വർഗം രൂപീകരിക്കണം. കാരണം ഇവിടെ നിന്നാണ് നമ്മുടെ സ്വർഗം ആരംഭിക്കുന്നത്. ഇവിടെ നമുക്ക് നരകം ആരംഭിക്കാം കേട്ടോ, അങ്ങനെ ഒരു വേർഷനും കൂടി ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ സ്വർഗം. യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, സ്വർഗരാജ്യം സമീപസ്ഥമായിരിക്കുന്നു. അതെ, വളരെ തൊട്ടടുത്ത്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാം, ഒരു മാനസാന്തരം, ഒരു മാനസാന്തരത്തിന് എന്തോരം സമയം വേണം? ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്. ആ ഒരു മാനസാന്തരത്തോടു കൂടി ധൂർത്തപുത്രൻ അത്യുച്ചത്തിൽ വിളിച്ചു പറയാം, ദൈവമേ, അങ്ങേക്കും സ്വർഗത്തിനും എതിരെ ഞാൻ തിന്മ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. പിന്നത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? അവൻ സ്വർഗരാജ്യത്തിലായില്ലേ? ഇല്ലേ? ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ ആ രാജ്യം എങ്ങനെയൊക്കെ ഒരുക്കിയിരിക്കുന്നതെന്ന് നോക്കാം. അതൊരു ശാസ്ത്രീയമായിട്ടൊരു ചിന്തനം കൂടിയാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഉൽപ്പത്തി 1:2 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വെള്ളത്തിൻ്റെ മേലെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. അതിന്നിപ്പോൾ ചലിക്കുന്നുണ്ടോ? പലർക്കും ഒരു സംശയം തോന്നും, ഇന്നത് ചലിക്കുന്നില്ല എന്ന്. അല്ല, ഇന്നും ചലിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ജീവൻ്റെ ആത്മാവ് നിറഞ്ഞിരിക്കുന്ന ജലം കുടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജീവൻ ഈ ലോകത്ത് നിലനിർത്തുക സാധ്യമുള്ളൂ. എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ ലിവിങ് സെൽസിനും ജലം. കാരണം ജീവൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ചൈതന്യം മറക്കരുത്. എല്ലാ വിഷയത്തിലും വെള്ളമുണ്ട് കേട്ടോ. നമുക്ക് വെള്ളമില്ലാതെ ഒരു വടക്കോട്ടും തെക്കോട്ടും പോകാൻ പറ്റില്ല. ഒരു കണ്ണ് ചലിക്കണമെങ്കിൽ ജീവൻ്റെ ചൈതന്യമുള്ള ജലം നിങ്ങൾ കൺസ്യൂം ചെയ്യണം. ഇത് വിശ്വസിച്ച് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, ഇത് വിശ്വസിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു കീമോതെറാപ്പി നടത്തുന്ന പോലെയാണ് കേട്ടോ. നിങ്ങളുടെ ക്യാൻസറും നിങ്ങളുടെ എല്ലാ രോഗങ്ങളും വിട്ടുമാറത്തക്ക അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമാണ്. ശരിയാണോ ഞാൻ പറയുന്നത്? ഒരു ചെടി വാടാതിരിക്കണമെങ്കിൽ ജീവൻ്റെ ജലം അവിടെ ചെല്ലണം. ഹല്ലേലൂയ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കാര്യം കൂടി പഠിച്ചു. ഈ ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ വളരെയധികം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചില്ലറ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ആരും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ. അത് പ്രത്യേകിച്ച് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ. ഒരു ഉദാഹരണം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ 1:6 ദൈവം ജലത്തെ 2ആയി ഭാഗിച്ചു. അതിന് വായിച്ചിട്ടില്ലേ? ദൈവം ജലത്തെ 2ആയി ഭാഗിച്ചു. അതിൽ മേലെയുള്ള ജലത്തെ ആകാശം എന്ന് പേരിട്ടു. 1:6. താഴെ നമ്മുടെ കടലും പുഴകളും എല്ലാം, മേലെ ആകാശം. ഇനി അതിൻ്റെ സയൻറ്റിഫിക് വേർഷൻ ഒന്ന് തപ്പി നോക്കിയാൽ മനസ്സിലാക്കാം. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ ജലത്തെ ഒരു ഗ്യാസ് രൂപേണയാണ് ദൈവം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഇത്തരം ഒരു അന്തരീക്ഷം
ഏകദേശം നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റ് 10,000 കിലോമീറ്ററാണ്. 10,000 കിലോമീറ്റർ, ഒന്നും രണ്ടൊന്നല്ല. ഈ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഇതിന് നിങ്ങൾക്ക് സ്കൂളിൽ പഠിച്ചിരിക്കാം, ഒട്ടുമിക്കവരും മറന്നു പോയിട്ടുണ്ടാവുന്നുള്ളൂ. സത്യത്തിൽ എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ ആദ്യത്തെ പ്രതലം എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ. അത് നമ്മളിപ്പോൾ ജീവിക്കുന്ന പ്രതലം, ഏകദേശം 12-13 കിലോമീറ്റർ ഹൈറ്റ് വരെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഒരു മേഖലയാണ്. അവിടെ 13.9 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതിൻ്റെ ഊഷ്മാവുള്ളൂ. ആവറേജ് ധ്രുവപ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ -50, ഇക്വേറ്റർ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് പോവുകയാണെങ്കിൽ +50. ഇത് രണ്ടും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. എന്താ കാരണം എന്നറിയോ? ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ ഛായയിലും അല്ലേ, രൂപത്തിലും ഛായയിലും അല്ലേ. അവനറിയാം -50 വന്ന ഹീറ്റിംഗ് ഫെസിലിറ്റിയിലേക്ക് പോകാം, +50 വന്ന AC ഉപയോഗിക്കാം. മൃഗങ്ങൾക്ക് അങ്ങനെ പറ്റുമോ? ഇല്ലല്ലോ. ദൈവത്തിൻ്റെ ഛായയിലിരിക്കുന്ന കാരണം എന്ത് പ്രതികൂല പ്രശ്നങ്ങൾ വന്നാലും അത് മറികടക്കാനുള്ള ഒരു കഴിവ് നമുക്ക് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്, മറക്കരുത്. ഈ ട്രോപ്പോസ്ഫിയറിൽ 13.9 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ഇനി മേലോട്ട് പോവുകയാണെങ്കിൽ ഒരു സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ഒരു തലമുണ്ട്. ഏകദേശം 10-12 കിലോമീറ്ററിന് മേലെ വേറൊരു തലമാണ്. ഈ അന്തരീക്ഷത്തിന് മറ്റൊരു തലം, അത് -200 ഡിഗ്രിയാണ്. ഞാൻ വരെ അതിശയിച്ചു പോയി. ഇങ്ങനെയാണ് -200 ഡിഗ്രി. നമ്മൾ പലരും പ്ലെയിനിൽ പോയവർക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന്. കാരണം പ്ലെയിൻ കുറച്ചങ്ങ് പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ പൈലറ്റ് ഇടയ്ക്ക് വിളിച്ചു പറയും, അന്തരീക്ഷ കാ താപമാൻ അഭി 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതായത് അന്തരീക്ഷത്തിലെ ഊഷ്മാവ്. കേട്ടിട്ടില്ലേ? കാരണം -50 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. കാരണം ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ഇൻഫ്ലുവൻസിൽ, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഇൻഫ്ലുവൻസിൽ, രണ്ടാമത്തെ തലത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ നമ്മുടെ തലം ഒന്ന് തണുത്തു. മേലെ പോകുമ്പോൾ, അതിപ്പോൾ നമ്മളിപ്പോൾ ഊട്ടിക്ക് പോകുമ്പോൾ അവിടെ തണുപ്പാണല്ലോ. ഹിമാലയത്തിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം കൊടിയ തണുപ്പായിരിക്കും, നമ്മൾ ചത്തുപോകും. ആ സ്ട്രാറ്റോസ്ഫിയറിൽ ദൈവം മറ്റൊരു അത്ഭുതം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ആ അത്ഭുതത്തിൻ്റെ പേരാണ് ഓസോൺ പാളികൾ. മറക്കരുത്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു മേഖലയാണ്. കാരണം നമ്മുടെ അൾട്രാ വയലറ്റ് റേസ് എല്ലാം വന്ന് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഹാനികരമല്ലാത്ത കിരണങ്ങൾ മാത്രം, സൂര്യനിൽ നിന്ന് വിടുന്ന റേസ് ഹാനികരമല്ലാത്ത മാത്രം ഇങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ. അവിടെയും ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ മേലെ മിഡിൽ സ്പിയർ എന്ന് പറഞ്ഞാൽ മെസോസ്പിയർ, അവിടെയും 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. അതിൻ്റെ തൊട്ട് മേലെ 1500 ഡിഗ്രി സെൻറ്റിഗ്രേഡുള്ള ചൂട്ട് പഴുത്ത് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതിൻ്റെ പേരാണ് തെർമോസ്ഫിയർ. ഇനി അതിന് മേലൊന്നുണ്ട്, എക്സോസ്ഫിയർ. ഏകദേശം ഇത് റേഞ്ചിൽ തന്നെ ചൂട്, നല്ല പകൽ സമയത്താണെങ്കിൽ നല്ല 3000 ഡിഗ്രി വരെ ചൂട് വരും, രാത്രിയിലേക്ക് കുറച്ച് കുറയും. ഇത് തെർമോസ്ഫിയറും എക്സോസ്ഫിയറും ചെയ്യുന്ന പ്രവൃത്തികൾ ഇങ്ങനെയാണ്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഹീറ്റ്, ചൂട്, അത് കളക്ട് ചെയ്ത് വെക്കുക. ഇനി എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരിക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ ചന്ദ്രൻ്റെ ഊഷ്മാവ് ഒന്ന് പഠിക്കണ്ടേ അല്ലേ? ചന്ദ്രൻ കറങ്ങുന്നത് ഭൂമിക്ക് ചുറ്റുമാണ്, ഭൂമി കറങ്ങുന്നത് സൂര്യന് ചുറ്റുമാണ്. അപ്പോൾ ഭൂമിയും ചന്ദ്രനും സൂര്യനിൽ നിന്ന് ഒരേ അകലാണ്, മറക്കരുത്.
എന്നാൽ ചന്ദ്രൻ്റെ പകൽ ചൂട് 130 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. രാത്രി അവിടുത്തെ ഊഷ്മാവ് -200 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. നിങ്ങൾക്ക് ആർക്കും അവിടെ ജീവിക്കുക അസാധ്യം. നീൽ ആംസ്ട്രോങ് ഇങ്ങനെ പറയുന്നു, പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, റോക്കറ്റിൽ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഈ തെർമോസ്ഫിയറിലും എക്സോസ്ഫിയറിലും അറോറ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഇങ്ങനെ നീല വെളിച്ചത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കത്തിപ്പടരുന്ന ഒരു ഫ്ലെയിം. ഒപ്പം തന്നെ താഴോട്ട് നോക്കിയപ്പോൾ ആൾ പറയുക, ഇത്ര മനോഹരമായ ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതായത് ഒരു ട്രഷർ പ്ലാനറ്റാണ് നമ്മൾ ജീവിക്കുന്നത്. നിധികളുടെ മൊത്തം നിധിയാണ് കേട്ടോ. ഒന്നും മാറ്റിവെക്കാനില്ല. അത്തരത്തിൽ ഒരു ഗ്രഹമാണ് ഈ ഭൂമി. ഹല്ലേലൂയ. എൻ്റെ ക്രമീകരണം എങ്ങനെയാ? 1:6 ഉൽപ്പത്തി. എങ്ങനെയാ? ജലം കൊണ്ടൊരു വിധാനം ഉണ്ടാക്കി നമുക്കിവിടെ ജീവിക്കാനുള്ള ഒരു വലിയൊരു കൂടാരം ദൈവം ഇവിടെ ചെയ്തു വെച്ചു. എന്നിട്ടാണ് നമുക്കൊക്കെ ജന്മം തന്നത്. മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ചന്ദ്രനിൽ എന്താണ് ചൂട് കൂടാനുള്ള കാരണം മനസ്സിലായല്ലോ. അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല. ജൂപ്പിറ്ററിലും സാറ്റേണിലും അല്ലെങ്കിൽ ചൊവ്വ, ശനി, അങ്ങനെ എല്ലാ ഗ്രഹങ്ങളിലും നമ്മൾ പഠിച്ചു നോക്കി, അവിടെയൊന്നും ഇത്തരത്തിലൊരു അന്തരീക്ഷമില്ല. നമുക്ക് സൂര്യൻ്റെ എതിർവശത്ത് വരികയാണെങ്കിൽ, സൂര്യന് നേരിട്ട് വരികയാണെങ്കിൽ 150 ഡിഗ്രി വരെ ചൂടാവാം. സൂര്യനിൽ നിന്ന് മാറിപ്പോയാൽ നമുക്ക് രാത്രി -200 ഡിഗ്രി വരെ ഊഷ്മാവ് താഴോട്ട് പോകാം. നമുക്ക് 2 ഭാഗത്തും ജീവിക്കാൻ പറ്റില്ല. ഇതറിയുന്ന ഒരു ദൈവം ജീവൻ്റെ ജലം കൊണ്ട് നിറച്ച് അതിൽ നിന്ന് ഒരു ആകാശ വിധാനത്തെ ഉണ്ടാക്കി നമ്മളെ ഈ തള്ളക്കോഴി കോഴികളെ അങ്ങനെയല്ലേ, തള്ളക്കോഴി എങ്ങനെ കുഞ്ഞു കോഴികളെ എങ്ങനെ ചൂടൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചന്ദ്രനിൽ അതില്ല. ചന്ദ്രനിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അവിടെ ഏക്കർ കണക്കിന് സ്ഥലം വിൽക്കുന്ന അങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ. ചന്ദ്രനിൽ വിറ്റ് കാശ് വാങ്ങിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. വലിയ വലിയ കോർപ്പറേറ്റ്സൊക്കെ ചന്ദ്രനിൽ സ്ഥലം വേണോ, ചൊവ്വയിൽ സ്ഥലം വേണം. ചൊവ്വയിൽ എത്രയെന്നറിയോ? 800 ഡിഗ്രി ചൂടാ. ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ ഈ അടുത്തൊരു ഗ്രഹം, ഭൂമിയെ പോലെ ഒരു ഗ്രഹം കണ്ടെത്തി. പക്ഷെ നോക്കുമ്പോൾ അവിടെ -50 എന്ന് പറയുന്നു, ചിലവർ പറയുന്നു -800 ഉണ്ടെന്ന് പറയുന്നു. അപ്പം നമ്മൾ ക്രിസ്ത്യാനികൾ അതിൻ്റെ പിന്നാലെ പോകാൻ പാടുണ്ടോ? പോകാൻ പാടില്ല. ഇനി വേറൊരു അത്ഭുതം നടക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഇടയിൽ ഒരു അത്ഭുതം, എല്ലാ ദിവസവും ഇങ്ങനെ അത്ഭുതങ്ങളുള്ള ഒരു ഭൂമിയാണ്. പലരും അതിൻ്റെ അത്ഭുതത്തിൻ്റെ ഇങ്ങേറ്റം വേണമെങ്കിൽ കണ്ടിട്ടുണ്ടാവും. കാരണം ഈ എക്സോസ്ഫിയർ എന്ന് പറഞ്ഞ ഒരു ലാസ്റ്റ് സ്ഫിയർ, അത് കഴിഞ്ഞാൽ പിന്നെ ശൂന്യാകാശ. ഈ ലാസ്റ്റ് സ്ഫിയറിൽ എന്താ നടക്കുന്നതെന്ന് അറിയോ? ഈ വലിയ വലിയ കോമറ്റുകൾ, ആസ്ട്രോയിഡ്സ്, വലിയ പാറകൾ, പച്ച മലയാളത്തിൽ പറയുന്ന വലിയ പാറകൾ, ഏകദേശം നമ്മുടെ കേരളത്തിൻ്റെ അത്രയും അല്ലെങ്കിൽ ഈ പറഞ്ഞ വരെ ഇന്ത്യയുടെ അത്രയുള്ള പാറകൾ ഈ എക്സോസ്ഫിയർ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ പെട്ട് ഭൂമിക്ക് നേരെ തിരിയും. അപ്പോൾ ഭയങ്കര സ്പീഡിൽ വരും. പക്ഷേ എക്സോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു വലിയ മതിലാണ് കേട്ടോ. എന്തുകൊണ്ടുണ്ടാക്കിയ മതിലാണെന്നറിയോ? വെറും വായു, ഗ്യാസ് കൊണ്ടുണ്ടാക്കിയ മതിലാണ്. ഈ മതിലിൽ വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ, കൊളൈഡ് എന്ന് പറഞ്ഞാൽ ഇടിക്കുമ്പോൾ പൊട്ടി തകർന്ന് തരിപ്പണാവും. അത്
പിന്നെയും ഗുരുത്വാകർഷണത്തിൽ പിന്നെയും ഭൂമിയുടെ ആകർഷണത്തിൽ ഉള്ളിലേക്ക് വരും. എക്സോസ്ഫിയറിൽ അത് ചൂടാവും, തെർമോസ്ഫിയറിൽ അതിൻ്റെ ഇരട്ടി ചൂടാവും. പിന്നെ മെസോസ്ഫിയറിൽ വരുമ്പോൾ കൂളിംഗ് ആവും. സ്ട്രാറ്റോസ്ഫിയറിൽ വരുമ്പോൾ ഓക്സിജനായിട്ട് കൂട്ടിമുട്ടും, തീ പിടിക്കും. പിന്നെ നിങ്ങൾ കാണുക ഉൽക്കകളായിട്ടാണ്. നമ്മൾ ഉൽക്കാന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഷൂട്ടിംഗ് സ്റ്റാർ. അങ്ങനെയാണ്. അതായത് ഞാൻ പറയാന്ന് വെച്ചാൽ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരിക. അപ്പം ഇന്നലെ അവിടെ വെടിക്കെട്ടായിരുന്നു. നമുക്ക് ഒന്ന് ആസ്വദിക്കാനായിട്ടൊരു പൂത്തിരി കത്തിക്കുന്ന ഒരു പരിപാടി, ഷൂട്ടിംഗ് സ്റ്റാർസ്. ഇങ്ങനെ നമ്മുടെ പ്രപഞ്ചം സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭൂമി സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയൊരു സംവിധാനത്തോടു കൂടിയാണ്. ആ കൂടാരത്തെ കുറിച്ച് എനിക്ക് തന്നത് സങ്കീർത്തകൻ 104:3 ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങയുടെ കൂടാരത്തിൻ്റെ തുലാനുകൾ. അപ്പൊ തുലാനുകൾ ഉണ്ടല്ലേ, കൂടാരത്തിൻ്റെ തുലാനുകൾ അങ്ങ് ജലത്തിലാണല്ലോ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ സങ്കീർത്തകൻ ഇത് എന്ന് കണ്ടു? ആയിരക്കണക്കിന് മുമ്പ് കണ്ട. നമ്മളിന്ന് സമ്മതിച്ചിട്ടില്ല. നമ്മളിപ്പോ പറയുന്നത് പൊട്ടിത്തെറിച്ചുണ്ടായതാണ് അല്ലേ? ഇതെല്ലാം പൊട്ടിത്തെറിച്ചുണ്ടായത്. ഹല്ലേലൂയ. ഇത് പൊട്ടിത്തെറിച്ചുണ്ടായതല്ല, നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ കരസ്പർശം കൊണ്ട് ഉണ്ടായതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ഈ സംവിധാനം. എന്നാൽ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞുമക്കളോടോ നിങ്ങൾക്ക് ഈ ആൻഡ്രോയിഡ് ഫോൺസ് ഒക്കെ ഉള്ളവർ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക. ഈ ചന്ദ്രനിലും മറ്റു ഗ്രഹങ്ങളിലും അതിൻ്റെ ആകർഷണത്താൽ ഇതേപോലെ ആസ്ട്രോയിഡ്സും കോമറ്റ്സും അല്ലെങ്കിൽ മെറ്റിയോഴ്സൊക്കെ, അതായത് പാറകൾ, വലിയ പാറകൾ, അവിടെ ചെന്ന് ചേരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ചന്ദ്രനിൽ മൊത്തം ഗർത്തങ്ങളാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ പ്രാവശ്യം ചന്ദ്രയാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ഗർത്തത്തിൽ അകപ്പെട്ടു. പെട്ടെന്ന് അവർ രക്ഷിച്ചെടുത്തു. ഗർത്തം എന്ന് പറഞ്ഞാൽ ഒരു 500 കിലോമീറ്റർ ചുറ്റളവില്ലേ, വലിയ കുഴികളാണ്. കാരണം ഇത്രയും വലിയ പാറ വന്ന് ഇടിക്കുകയല്ലേ, അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല. ഇനി ഭൂമിയിലെ ഒരു 10-20 എണ്ണം വീണിട്ടുണ്ടോ? അതൊക്കെ 8000. ഇത് സൗദി അറേബ്യയിലാണ് ഏറ്റവും അടുത്ത് വീണത് 200 കൊല്ലം മുമ്പ്. അപ്പോൾ അവിടെ ഒന്നും അറ്റ്മോസ്ഫിയർ ഇല്ല. അതായത് നമുക്ക് നൽകിയ പോലെ ഒരു അന്തരീക്ഷം ദൈവം അവിടെയൊന്നും വെച്ചിട്ടില്ല. സത്യമായിട്ട് ഇതൊന്ന് കൈയടിക്കേണ്ട വിഷയമല്ലേ? ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഇപ്പം നമ്മൾ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം അന്തരീക്ഷത്തിൽ ചൂട് കൂടുക. അപ്പം ഞാനത് കാരണം ഇത് പറഞ്ഞേട്ടോ, ഇത് തീർക്കാൻ നമുക്ക് ആരെയും കൊണ്ട് സാധിക്കില്ല. ഇത് തീർക്കണമെങ്കിൽ നമ്മൾ ഏറ്റു പറയണം. എന്ത്? ഞങ്ങൾ സ്വർഗത്തിനും അങ്ങയ്ക്കും എതിരായി പാപം ചെയ്തു പോയി. ഇത് വലിയ വലിയ പാപങ്ങൾ നടക്കുന്നേ, ചില്ലറ പാപമൊന്നുമില്ല കേട്ടോ നടക്കുന്നേ. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലുണ്ടായ ഒരു സംഗതി, ഇസ്രായേലിൽ ആണും പെണ്ണും അവരുടെ ഒരു വലിയ ജാഥ, വലിയൊരു ജാഥ, ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങളുമായിട്ടാണ് ആ ജാഥ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ പിന്നെ ഇസ്രായേലുകാർക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? ഇസ്രായേലുകാർക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അവരുടെ പെൺമക്കളെ മുഴുവനും കൊണ്ട്, പെൺമക്കളെ 10-200 ചില്ലാൻ പെൺമക്കളെ, നല്ല കോടീശ്വരന്മാരുടെ പെൺമക്കളാണ് പോയത്. ആരെയും കൊണ്ട് ദൈവം ഒരിക്കലും നല്ല മനുഷ്യനെ കൊണ്ട് ഇത് നന്നാക്കാൻ നോക്കില്ല. ദുഷ്ടന്മാരെ വിട്ട് പണി കൊടുത്തു ഇല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ഇവിടെയും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ കൂടി വരിക.
അപ്പം നമ്മൾ വിചാരിക്കും അന്തരീക്ഷത്തിൽ പുക നിറഞ്ഞ അല്ല, പാപത്തിൻ്റെ കൂലിയാണ് ഇന്ന് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം പാപത്തിൻ്റെ കൂലി എത്തിക്കഴിഞ്ഞു. പല രൂപത്തിലും. അതായത് നമ്മുടെയൊക്കെ വിചാരം നമ്മുടെ കുടുംബങ്ങളെല്ലാം നല്ല സുഖത്തിലും സന്തോഷത്തിലും ദൈവത്തെ വളരെയധികം ഭയത്തോട് കാണുന്നവരാണെന്നാണ്. പക്ഷെ കാര്യം നടക്കാനായിട്ട് ദൈവത്തിനെ അപ്പെടുത്ത് മാറ്റി വയ്ക്കുന്നതാണ് നമ്മുടെ കൂട്ടർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ. 1960-കളിലെല്ലാം അതിനു മുമ്പും നമുക്കിവിടെ ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു. ഓരോ കുടുംബത്തിലും എനിക്ക് പല കുടുംബങ്ങളെക്കുറിച്ച് പിൻകാലത്താണ് എനിക്ക് മനസ്സിലായത്. 20-22 മക്കളുള്ള കുടുംബങ്ങളുണ്ടായിരുന്നു, ഇല്ലേ? വലിയൊരു ജനമായിരുന്നു എവിടെ? ഈ ദേശത്ത്. അന്ന് ജനത്തിന് ദൈവം വീണ്ടും വീണ്ടും സന്തതി പരമ്പരകളെ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. അങ്ങനെയാണല്ലോ നമ്മൾ മലബാറിൽ പോയത്. ആ മൊത്തം മലബാർ നമ്മുടെ കൈക്കുള്ളിലേക്ക് ആക്കിയത് തിന്മയൊന്നും ചെയ്തിട്ടല്ലല്ലോ, നല്ല കൃഷി ചെയ്ത് മറ്റുള്ളവർക്കൊക്കെ നന്മ ചെയ്യത്തക്ക വിധത്തിലാണല്ലോ നമ്മൾ പോയത്. തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഒരു പൂർവ്വ ചരിത്രമുള്ള കാലം ഉണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉൽപ്പത്തി കഴിഞ്ഞിട്ട് പുറപ്പാട് പുസ്തകത്തിലേക്ക് ചാടിക്കിടക്കണം. അവിടെ ഒരു പുതിയ രാജാവ് വരുന്നു. 1-ാമത്തെ അധ്യായത്തിൽ പുതിയ രാജാവ് വന്നിട്ട് ഇസ്രായേലികൾ പെറ്റുപെരുകുന്നു. അപ്പോൾ പെറ്റുപെരുകുമ്പോൾ എന്താ ഉണ്ടാവുക? അവർ ശക്തി ആർജിക്കുന്നു. കണ്ടോ? ചരിത്രം പറയുന്നു പെറ്റുപെരുകിയ ശക്തി ആർജിക്കുന്നു. ഇവിടെ ഇപ്പം എന്തുണ്ടായി? പെറ്റുപെരുകാതെ. നമുക്ക് ആ ഒരു 1-ാമത്തെ അധ്യായം മാത്രം എടുത്ത് വായിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പ്രശ്നമൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ആ രാജാവ് പറയുന്നു, അങ്ങനെ കുറച്ച് വൈറ്റാട്ടികളെ വിളിക്കുന്നു. അതിൽ ഷീഫ പൂവ എന്ന് പറഞ്ഞ് 2 വൈറ്റാട്ടികളുടെ പേര് വായിച്ചിട്ടുണ്ടാവും. ആ വൈറ്റാട്ടികളെ വിളിച്ചിട്ട് പറയുന്നു, എല്ലാവരെയും, നിങ്ങൾ യഹൂദരുടെ സ്ത്രീകൾ പ്രസവിക്കാൻ പോകുമ്പോൾ, അതായത് പ്രസവിച്ച് ഈ തല പുറത്തേക്ക് വരില്ലേ, ആ സമയത്ത് ഇവിടെ തെളിഞ്ഞ ഒരു സോഫ്റ്റ് പ്രദേശമുണ്ട്. അവിടെ എന്തെങ്കിലും മൂർച്ചയുള്ളത് എന്തെങ്കിലും കുത്തിയാൽ മതി, അപ്പോൾ കുട്ടി മരിക്കും. പെണ്ണറിയൂല. അതാണ് അന്നത്തെ അബോർഷൻ്റെ രീതി കേട്ടോ. എന്നൊന്നും ചെയ്തേക്കല്ലേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചോരയും വരില്ല, കാരണം ഒരു വെള്ള പസ വരുള്ളൂ, അതായത് ബ്രെയിൻ. എന്നാൽ ഈ ഷീഫ പൂവ എന്ന് പറഞ്ഞ 2 വൈറ്റാട്ടികൾ അവരെന്ത് ചെയ്തു? അവരിതിന് നിൽക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് അവരെ വിളിപ്പിച്ചു. രാജാവ് വിളിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് നല്ല ഉഷാർ ഉള്ള യഹൂദ സ്ത്രീകൾ പ്രസവിച്ച് കഴിഞ്ഞിരിക്കും, അപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് രാജാവിൻ്റെ അടുത്ത് ഒരു നുണ പറഞ്ഞ് അവർ രക്ഷപ്പെട്ടു. മനസ്സിലായോ? ഇവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അതേ അധ്യായത്തിൽ വളരെ വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്, അവർ ദൈവഭയമുള്ളത് കാരണം. പോയിന്റ് മനസ്സിലായോ? ദൈവഭയം. അപ്പോൾ 1 ശക്തി, 2 ദൈവഭയം. 3-ാമത്തെ ഭാഗം അങ്ങോട്ട് അറ്റത്തേക്ക് വരുമ്പോൾ ദൈവം ഇത് കാണുക. ദൈവം സ്വർഗത്തിൽ നിന്ന് കണ്ടിട്ട് ഒരു തീരുമാനത്തിലേക്ക് വരിക. ദൈവം പൂവയ്ക്കും ഷിഫയ്ക്കും സന്തതി പരമ്പരകളെ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. അപ്പം അനുഗ്രഹം എന്താ? ഉൽപ്പത്തി 1:28 പറയുന്നത് തന്നെയല്ലേ വീണ്ടും അനുഗ്രഹമായിട്ട് മാറുന്നത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്താ എല്ലാവരും മിണ്ടാണ്ടായോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സന്തതി പരമ്പരകൾ കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
നാശം വരും. കാരണം ദൈവം അനുഗ്രഹിക്കുന്നത് സന്തതി പരമ്പരകളെ നൽകിക്കൊണ്ടാണ്. നമ്മൾ സന്തതി പരമ്പരകളെ എങ്ങനെ കുറയ്ക്കാം? അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊന്നും നമുക്ക് ഇതിന് ഒരു ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ വേണം കാണാൻ. അല്ലാണ്ട് ചുമ്മാ അങ്ങനെ ബ്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം നിങ്ങൾ സയൻറ്റിഫിക്കായിട്ട് നിങ്ങൾ കാണണം. പ്രത്യേകിച്ച് പാലക്കാർ. ഹല്ലേലൂയ. ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. പൊളിറ്റിക്കൽ സയൻസിൽ എങ്ങനെയാണ്? മെജോറിറ്റിയാണ് വിൻ ചെയ്യുക. ഇത് വോട്ട് ചെയ്യുമ്പോഴേ മെജോറിറ്റിയാണല്ലോ വിൻ ചെയ്യുക, അല്ലേ? കുട്ടികൾ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ന്യൂനപക്ഷവും നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. രണ്ടാമതായി ഹെൽത്ത് സയൻസ്, ഹെൽത്ത് കെയർ മേഖലയിൽ ഇന്ന് സംഭവിക്കുന്നത്, നമ്മുടെ ഡോക്ടർ ബി ഇക്ബാൽ 2008 പുള്ളിയുടെ ഒരു പഠന റിപ്പോർട്ടിനോട് അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ഏകദേശം 60% 1ഉം 2ഉമായി പ്രസവം നിർത്തിയ സ്ത്രീകളിൽ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ അതിക്രമിച്ചു വരുന്നു. 60% എന്തെല്ലാം രോഗങ്ങളാണ്? അതായത് സ്ത്രൈണോ ഹോർമോണാണ് സ്ത്രീകളെ ഇങ്ങനെ ഊർജ്ജസ്വലമാക്കി നിർത്തുന്നത്. എന്തിനാ? ഭർത്താവുമായിട്ട് ഒരു ആകർഷണീയത കാട്ടാൻ, ബന്ധപ്പെടാനും എല്ലാത്തിനും. എന്നാൽ കുഞ്ഞ് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുഞ്ഞ് വന്നില്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം, അതായത് ഈസ്ട്രോജൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ത്രൈണോ ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഒരു ഗ്രോത്ത് സ്റ്റിമുലേറ്ററാണ്. ഗ്രോത്ത് സ്റ്റിമുലേറ്റർ, നാച്ചുറലായിട്ടുള്ള ഗ്രോത്ത്. കുഞ്ഞ് വന്നില്ലെങ്കിൽ ആ ചുറ്റുവട്ടമുള്ള ആവശ്യമില്ലാത്ത ഗ്രോത്തുകളൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ സിസ്റ്റ്, ട്യൂമർ, മുഴ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് വരും. ഫൈബ്രോയിഡ്, പിന്നെ തേട്ടി ചിലപ്പോൾ ക്യാൻസറും ആവാം. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ക്രിസ്തീയ സമൂഹം കൊട്ടയുടെ അടിയിൽ വെച്ച് നടക്കുന്നത്, ആരോടൊന്നും പറയാതെ. ഞാനൊരു കാര്യം പറയട്ടെ. മാർക്കറ്റ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അത് സയൻസ് ഓഫ് ഷെയറിങ് എന്നാണ്. അതൊരു ശാസ്ത്രമാണ്. മാർക്കറ്റ് എക്കോണമിയിൽ ഇത് സാമ്പത്തിക ശാസ്ത്രം. അതിലും ഇങ്ങനെയാണ് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു അടിസ്ഥാനം ഇങ്ങനെയാണ് കേട്ടോ, നിങ്ങൾ മറക്കാതിരിക്കണം. അതായത് ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് വരുന്നത്. വില കൊടുക്കുന്ന, പട്ടിയും പൂച്ചയും വില കൊടുക്കുമോ? നിങ്ങളുടെ കടകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനത്തിലോ വന്നിട്ട് ഒരു പട്ടി 10 കിലോ അരിതാ എന്നങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വില കൊടുക്കുന്നവനാണ് അവിടെ ജനിക്കുന്നത്. ആദ്യം അവരുടെ അച്ഛനും അമ്മയും വില കൊടുക്കുന്നു, അവരെ വില കൊടുക്കാൻ പഠിപ്പിക്കുന്നു, അവരങ്ങനെ വില കൊടുക്കുന്നവരായി മാറുന്നു. ആരാ വില കൊടുക്കുന്നവൻ? ദൈവമാണ് നിങ്ങൾക്കെല്ലാവർക്കും വില നൽകിയവൻ. മറക്കരുത്. എന്താണ് വില എന്നൊക്കെ അറിയാലോ നിങ്ങൾക്ക്. സ്വന്തം ജീവൻ നൽകി ഒരു വില കൊടുക്കൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിവിടെ ജീവനൊന്നും നൽകണ്ട, വേണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കുഞ്ഞുങ്ങൾ കുറയുമ്പോൾ വാങ്ങിക്കുന്നവരുടെ സംഖ്യയാണ് കുറയുക. അപ്പോൾ മാന്ദ്യത്തിലേക്ക് ഏതൊരു വിപണിയും പോകില്ല എന്നൊന്നും നിങ്ങൾ പറയണ്ട. ഒപ്പം തന്നെ തൊഴിൽ ചെയ്യാൻ ആവശ്യമുള്ള കരങ്ങൾ, അതിൻ്റെ എണ്ണം കുറയും. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, സവോള കുറഞ്ഞു കഴിഞ്ഞാൽ സവോളയ്ക്ക് വില കൂടില്ലേ? തക്കാളി കുറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിക്ക് വില കൂടില്ലേ? എന്ന് പറഞ്ഞ പോലെ
കൂലിച്ചെലവ് കൂടും. കൂലി കാരണം പണിയെടുക്കാനാളില്ല. പണിയെടുക്കാൻ ആളില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കൂലിച്ചെലവാണ് കൂടുന്നത്. കാരണം ഡിമാൻഡായി, കൂലിക്കാർക്ക് ഡിമാൻഡായി. ഒപ്പം തന്നെ ഇപ്പം കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പണിക്കാർ ഇമ്പോർട്ട് ചെയ്യുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. പക്ഷേ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഈ കൂലി ചെലവ് കൂടുന്നതാണ് അപകടം. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റാണ് കൂടുക. കൂലി ചെലവ് കൂടുമ്പോൾ ഉൽപ്പാദന ചെലവ് കൂടും, ഉൽപ്പാദന ചെലവ് കൂടുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെ വില കൂടും. എന്നിട്ട് എങ്ങോട്ടാണ് നിങ്ങൾ വരുന്നത്? മാന്യത്തിലിരിക്കുന്ന ഒരു വിപണിയിലേക്ക്. വല്ലതും നടക്കുമോ? കർത്താവ് വളരെ വ്യക്തതയോടുകൂടിയാണ് പറയുന്നത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയെ അവകാശമാക്കുക. ഹല്ലേലൂയ. അതൊരു ലോയാണ് കേട്ടോ, നിയമമാണ്. നിങ്ങൾ ഉൽപ്പത്തി 1:26, ഉൽപ്പത്തി 1:28, അങ്ങനെ ഉൽപ്പത്തികളിൽ എഴുതിയിരിക്കുന്ന മുഴുവനും നിയമങ്ങളാണ്. തിയറി ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്കൊരു നിയമം എഴുതിയിട്ടുണ്ട്. 1:26 ഉൽപ്പത്തിയിൽ ദൈവത്തോട് പറയുകയാണ്, ഇനി നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. എന്തൊരു നിയമമാണ്. പട്ടിയും പൂച്ചയൊന്നും മാർക്കറ്റിൽ വരാത്തത് എന്താണെന്നറിയോ? അവർ ഈ നിയമത്തിൽ പെടാത്തവരനാണ്. പട്ടിയും പൂച്ചയും ഈ മാർക്കറ്റിലേക്ക് വരാത്തത് അവർ ഈ നിയമത്തിലുള്ളവരല്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ നിയമത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ കേരളത്തിലൊരു നിയമത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ജയിലിലിടണ്ടേ? ഇടണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ അറിയാതെ തന്നെ ഒരു ജയിലിലേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അടിമകളാകുന്നു. ക്രിസ്ത്യാനികൾ അടിമകളായിക്കൊണ്ടിരിക്കുക. പോരാത്തതിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ അടിമകളാകുക. ഉള്ള അല്ലെ 1ഉം 2ഉം ഉള്ളവരൊക്കെ ഇപ്പോൾ വേറെ രാജ്യത്ത് അടിമത്തത്തിന് പോയിരിക്കുക. ഇത് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അമേരിക്കയിൽ 11 പേരെയാണ് ഇന്ത്യൻസിനെയാണ് കൊന്നിരിക്കുന്നത്. ചില്ലറ കാര്യത്തിനാണ്. പക്ഷെ നമ്മൾ അടിമത്തത്തിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്ക അല്ല, ചൈന അല്ല, കൊറിയയിലേക്ക് വരെ നമ്മൾ പോകും.